Good morning. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഇക്വേഷൻ ഫോർ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് എം ബിയുടെ ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസ് ആയിരുന്നു. അപ്പോൾ എം ബി നമുക്ക് 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ആ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ടും എം ബിയുടെ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യാൻ കഴിയും അല്ലേ. അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെൽറ്റ ടി ബി എന്ന് പറയുന്ന എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വെച്ച് എങ്ങനെയാണ് എം ബിയുടെ ഡെറിവേഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എം ബിയുടെ ഇക്വേഷൻസ് തന്നെയാണ് ഫ്രം ഡെൽറ്റ ടി എഫ്. അപ്പോൾ ഡെൽറ്റ ടി എഫ് എന്നുള്ളത് ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്ന ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ ഡെൽറ്റ ടി എഫ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് എം ബി കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ഡെറിവേഷൻ ആണ്. ആ ഡെൽറ്റ ടി ബി പഠിച്ച പോലെ തന്നെയാണ്. ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്, ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഒരു ലെറ്റർ പറയുന്നത് T0 F. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഫ്രീസിങ് പോയിന്റ് ആണ്. എന്താണ് ഫ്രീസിങ് പോയിന്റ്? ഒരു ലിക്വിഡ് സോളിഡായിട്ട് മാറുന്ന ടെമ്പറേച്ചർ റേഞ്ചാണ് ഫ്രീസിങ് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഓരോ ലിക്വിഡുകൾക്കും ഓരോ ഫ്രീസിങ് പോയിന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ വാട്ടറിന് ഒരു ഫ്രീസിങ് പോയിന്റ് ഉണ്ട് അല്ലേ. അതുപോലെ ഓരോ ലിക്വിഡിനും ഓരോ ഫ്രീസിങ് പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ T0 F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിന്റ്, അതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്ററാണ് T0 F. അങ്ങനെയുള്ള ആ സോൾവെൻറ്റിലോട്ട് നമ്മളൊരു സൊല്യൂട്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷനായിട്ട് മാറി അല്ലേ. അപ്പോൾ സൊല്യൂഷൻസിൻ്റെ ഫ്രീസിങ് പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുക, TF എന്ന് പറയുന്നത്. ഓക്കെ, ഫ്രീസിങ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ A+B. അപ്പോൾ മുകളിലുള്ള എയിലോട്ട് നമ്മൾ ഒരു ബീനും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സൊല്യൂഷനായിട്ട് മാറി. ആ സൊല്യൂഷൻസിൻ്റെ ഫ്രീസിങ് പോയിന്റ് ആണ് TF അല്ലേ. ഇനി ഇവിടെ പറയുന്നത് T0 F ആയിരിക്കും എപ്പോഴും മാക്സിമം കേട്ടോ. T0 F TFനേക്കാളും ഗ്രേറ്റർ ദാൻ ആയിരിക്കും. മീൻസ് സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിന്റ് ആണ് വലിയ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആരേക്കാളും, സൊല്യൂഷൻസിൻ്റെ ഫ്രീസിങ് പോയിന്റിനേക്കാളും. ചെറിയ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ കേസിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൽ വരുന്ന വാരിയേഷൻ അല്ലേ, വലുതിൽ നിന്ന് ചെറുതാണ് നമ്മൾ മൈനസ് ചെയ്യുക. ഡെൽറ്റ ചേഞ്ച് TF. ഓക്കെ, TFൽ വരുന്ന ആ ഒരു ചേഞ്ചിന് ഡെൽറ്റ എന്ന് പറയുക. ആ ചേഞ്ചിന് തന്നെയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു T0 F മൈനസ് TF. അപ്പോൾ ഡെൽറ്റ TF ഇസ് ഡിഫൈൻ, ഇത് വെച്ച് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാം. ഡെൽറ്റ TF ഇസ് ഡിഫൈൻഡ് ആസ് ദി ഡിഫറൻസ് അല്ലേ. മൈനസ് എന്ന് കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസ് എന്നാണ് പറയുക. ഡിഫറൻസ് ഇൻ ഫ്രീസിങ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് ആൻഡ് സൊല്യൂഷൻ. T0 F എന്നുള്ളത് സോൾവെൻറ്റിൻ്റെ ഫ്രീസിങ് പോയിന്റ് ആണ്, TF സൊല്യൂഷൻസിൻ്റെ ഫ്രീസിങ് പോയിന്റ് ആണ്. അപ്പോൾ അതിൽ വരുന്ന ആ ഒരു ഡിഫറൻസ് ആണ്, മൈനസിനെയാണ് എന്ന് പറയുന്നത് ഡെൽറ്റ TF അല്ലെങ്കിൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിങ് പോയിന്റ്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M. എന്താണ്? മൊളാലിറ്റി അല്ലേ. എന്താണ് ഈ ഡെൽറ്റ TF? ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീൻ്റെ എക്സാമ്പിളാണ് ഡെൽറ്റ TF. നമ്പർ ഓഫ് മോൾസ് വരുന്ന ഒരു കോൺസെൻട്രേഷൻ ടേം ആയിരുന്നു മൊളാലിറ്റി അല്ലേ. അപ്പോൾ മൊളാലിറ്റി മാറുന്നതിനനുസരിച്ച് ഡെൽറ്റ TF ചേഞ്ച് ചെയ്യുന്നുള്ളതാണ്. മീൻസ് മൊളാലിറ്റി കൂടുമ്പോൾ ഡെൽറ്റ TF കൂടും, മൊളാലിറ്റി കുറയുമ്പോൾ ഡെൽറ്റ TF കുറയും. ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് തന്നെയാണ്. 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മീൻസ് നമ്പർ ഓഫ് മോൾസ് കൂടുകയാണെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടും, നമ്പർ ഓഫ് മോൾസ് കുറയുകയാണെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുന്നതാണ്. സോ അതാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്, ഡെൽറ്റ TF ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M. ഓക്കെ, തന്നെ M എങ്ങനെയാണ് കാണുന്നത്? മൊളാലിറ്റി നമ്മൾ ഈ പഠിച്ച ഇക്വേഷനാണ് അല്ലേ. ഇപ്പോൾ ഡെൽറ്റ TF സമം അല്ലേ, സമം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈന് റീപ്ലേസ് ചെയ്ത് അവിടെ നമ്മളൊരു ഈക്വൽ എന്ന് പറയുന്ന സൈന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം ആഡ് ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് KF, ഫ്രീസിങ് പോയിന്റുമായിട്ട് സംബന്ധിച്ച് വരുന്ന ഒരു കോൺസ്റ്റന്റ്. നമ്മൾ നേരത്തെ പഠിച്ച കേസിൽ KB ആയിരുന്നു അല്ലേ. ദെൻ ആ എമ്മിൻ്റെ ഇക്വേഷൻസ് ഇവിടെ അപ്ലൈ ചെയ്താണ് കേട്ടോ.
WB 1000 MB WA. നമ്മുടെ ഇക്വേഷൻ എന്താണ്? നമുക്ക് വേണ്ട ഇക്വേഷൻ ഫോർ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് മീൻസ് MB ആണ് വേണ്ടത്. അപ്പോൾ MBനെ ഇങ്ങോട്ട് റീഅറേഞ്ച് ചെയ്യാം, ഡെൽറ്റ TFനെ ഇങ്ങോട്ട് വെക്കാം. ഫൈനൽ ആൻസർ എന്താണ്? MB is equal to KF into WB into 1000 divided by delta TF into WA അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ച ഇക്വേഷനും ചെറിയ ചേഞ്ചസേ ഉള്ളൂ. ഇവിടെ നേരത്തെ ആരായിരുന്നു വന്നിരുന്നത്? ഡെൽറ്റ TB എന്ന് പറയുന്ന കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിരുന്നു. ഇവിടെ പോയിരുന്ന ഡെൽറ്റ TF ആണ്. വേറൊരു ഡിഫറൻസ് ഇവിടെ KB ആയിരുന്നു, ഇവിടെ ഇപ്പോൾ KF ആയിട്ട് മാറി. ഓക്കെ, ഓരോ ടേംസും മനസ്സിലാക്കുക. K കോൺസ്റ്റൻ്റ് ആണ്, വെയിറ്റ് ആണ്, B സൊല്യൂട്ട് വെയിറ്റ് ആണ്, 1000 ഡെൽറ്റ TF ആണ് നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അതാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. WA ആരാണ്? സോൾവെൻറ്റിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ നമുക്ക് ആരെ കാണാം? MB കാണാം. വാട്ട് ഈസ് MB? മോളാർ മാസ് ഓഫ് B ആരാണ്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. അങ്ങനെ MB കാണാനുള്ള ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ 2 ഡെറിവേഷൻസ് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് to explain how we can find out or derive the equation for MB molar mass of solute from osmotic pressure. അപ്പോൾ നമ്മൾ MBയുടെ ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട്. അതിൽ ഡെൽറ്റ TB ആൻഡ് ഡെൽറ്റ TF എന്ന് പറയുന്ന 2 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്ത് എങ്ങനെയാണ് MB കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡെറിവേഷൻസ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കുന്നത് എന്താണ്? ഫ്രം ഓസ്മോട്ടിക് പ്രഷർ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ പൈ എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ പൈ യൂസ് ചെയ്തിട്ട് ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് MB കണ്ടുപിടിക്കുക? ഓക്കെ, ഇവിടെയൊക്കെ പലപ്പോഴായിട്ട് ഈ ഇക്വേഷൻ ബേസിൽ വരുന്ന പ്രോബ്ലംസ് ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണാറുള്ളത് കേട്ടോ. ഡെറിവേഷൻസ് വരാറില്ല. അപ്പോൾ ആ എങ്ങനെയാണ് ആ ഇക്വേഷനിലോട്ട് എത്തിയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു തിയറി കൊടുക്കേണ്ടതില്ല. ആദ്യം വാൻ ഹോഫ് തിയറി അല്ലേ? അക്കോർഡിംഗ് ടു വാൻ ഹോഫ് തിയറി, വാൻ ഹോഫ് എന്നുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അയാളുടെ ആ ഒരു സിദ്ധാന്ത പ്രകാരം, തിയറി പ്രകാരം ഒരു ഐഡിയൽ ഗ്യാസ് ഈക്വൽ ആണ് ആരുമായിട്ട്? ഡൈലൂട്ട് സൊല്യൂഷനുകളുമായിട്ട്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൈലൂട്ട് സൊല്യൂഷനുകൾ ഐഡിയൽ ഗ്യാസുകൾക്ക് സമാനമാണെന്നാണ്, ഈക്വലാണ് എന്നാണ് വാൻ ഹോഫ് തിയറിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു തിയറി നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലേ? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻസ് എന്താണ്? PV is equal to nRT എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരുന്നു. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV is equal to nRT. ഇതിൽ നമുക്ക് പ്രഷർ എങ്ങനെ കാണാം? പ്രഷർ ഓഫ് ഐഡിയൽ ഗ്യാസ്. അപ്പോൾ Pനെ നമ്മളിവിടെ നിർത്തി കഴിഞ്ഞാൽ nRT ഡിവൈഡ് ബൈ V എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഐഡിയൽ ഗ്യാസുകളുടെ പ്രഷർ കാണുന്നത് ഇങ്ങനെയാണെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷനുകളുടെ പ്രഷറും കാണുന്നത് എങ്ങനെ തന്നെയാണ്? nRT ഡിവൈഡ് ബൈ V വെച്ച് തന്നെയാണ്. കാര്യം ഐഡിയൽ ഗ്യാസുകൾ ഏതിന് ഈക്വലാണ്? ഡൈലൂട്ട് സൊല്യൂഷനുകൾക്ക് ഈക്വലാണ്. ഐഡിയൽ ഗ്യാസുകളുടെ പ്രഷർ കണ്ടുപിടിക്കുന്നത് P is equal to nRT ഡിവൈഡ് ബൈ V എന്നാണെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷനുകളുടെ പ്രഷർ കാണുന്നതും എങ്ങനെ തന്നെയാണ്? nRT ഡിവൈഡ് ബൈ V തന്നെയാണ് കൊടുക്കുന്നത്. ഡിഫറൻസ് പറയുന്നത് ഐഡിയൽ ഗ്യാസുകളുടെ പ്രഷർ നമ്മൾ കാണുമ്പോൾ അവിടെ സിമ്പൽ P ആണെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷനുകളുടെ പ്രഷർ കാണുന്നത് പൈ എന്ന് പറയുന്ന അതും ഒരു പ്രഷർ തന്നെയാണ്. അതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഐഡിയൽ ഗ്യാസുകളുടെ പ്രഷർ P വെച്ചാണ് കാണുന്നതെങ്കിൽ ഡൈലൂട്ട് സൊല്യൂഷനുകളുടെ പ്രഷർ പൈ യൂസ് ചെയ്തിട്ടാണ് കാണുക. ഓക്കെ, അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു nRT ഡിവൈഡ് ബൈ V എന്നായിട്ട് മാറി. അപ്പോൾ ഇതിൽ N എന്താണെന്ന് നമുക്ക് ആൾറെഡി അറിയാം. നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാണുക? വെയിറ്റ് ഓഫ് B ഡിവൈഡ് ബൈ മാസ് ഓഫ് P അല്ലേ? ഗിവൺ മാസ് ബൈ GMM എന്ന് പറയുന്ന ഇക്വേഷനൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതെന്തിനും ചുരുക്കി എഴുതിയതാണ് ഇവിടെ. ഗിവൺ മാസിന് വെയിറ്റ് എന്ന് പറയാം, GMMന് M കേട്ടോ. ആരുടെ? B ആരാണ്? സൊല്യൂട്ട് പാർട്ടിക്കിൾസ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻസ് എന്നുള്ളതാണ്. സൊല്യൂഷനിൽ A ഉണ്ടായിരിക്കും, B ഉണ്ടായിരിക്കും. A സോൾവെൻ്റ് ആണ്, B സൊല്യൂട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ അപ്ലൈ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ പൈ ഈസ് ഈക്വൽ ടു W ബൈ MB RT then V. ഇത് നമുക്ക് എന്താണ് വേണ്ടത്? MB ഇക്വേഷൻ ഫോർ MB അല്ലേ? MBയുടെ ഇക്വേഷൻസ് ആണ് വേണ്ടത്. അപ്പോൾ MBനെ നമ്മൾ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പൈനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ MB ഈസ് ഈക്വൽ ടു WB RT ബൈ പൈ ഇൻറ്റു V. ഓക്കെ,
അപ്പോൾ അതിൽ ഓരോ ടേംസ് മനസ്സിലാക്കുക. ടി എന്താണ്? ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോൾ ഇതിനെ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ടെമ്പറേച്ചർ നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ തന്നു കഴിഞ്ഞാൽ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദെൻ വി വോള്യമാണ്, അതായത് സൊല്യൂഷൻസിൻ്റെ വോള്യം. ദെൻ പൈ ആണ് ഓസ്മോട്ടിക് പ്രഷർ. WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട്. ആർ എന്താണ്? ഗ്യാസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആറ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അത് നമുക്ക് പ്രോബ്ലങ്ങളിൽ ആറിൻ്റെ വാല്യൂസ് നമ്മൾ +1 ഒരുപാട് വാല്യൂസ് പഠിക്കുന്നുണ്ട് അല്ലേ. അതിൽ ഏത് വാല്യൂ വേണമെന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നുണ്ടാവും. തരാത്ത കേസുകളിൽ ആ SI യൂണിറ്റിൽ വരുന്ന വാല്യൂ എടുക്കുക. 8 പോയിൻ്റ് എന്ന് പറയുന്ന ആ ഒരു വാല്യൂ വരുന്ന ആ ഒരു എടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ MBയുടെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് യൂസ് ചെയ്തിട്ട്. ഫസ്റ്റ് വൺ ഡെൽറ്റ TB യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് MB കാണുന്നത്, ഡെൽറ്റ TF വെച്ച് എങ്ങനെയാണ് കാണുക, പൈ വെച്ച് എങ്ങനെയാണ് MB കാണുന്നത്. ഇത് വെച്ചുള്ള പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഒരു കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസും കൂടെ വരുന്നുണ്ട് അല്ലേ. ഇതാണ് ഡെൽറ്റ P. ഏതായിരുന്നു അത്? റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ. അതിൻ്റെ ഡെറിവേഷൻസ് കുറച്ച് വലുതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.